Ladies and gentlemen, this is Adish and welcome to my comedy. റാവ് ബഹദൂർ, നമ്മുടെ സത്യദേവ്, ദീപ തോമസ് ഇവരൊക്കെ അഭിനയിച്ച സൈക്കോളജിക്കൽ ഡ്രാമഡിയാണ് റാവ് ബഹദൂർ. നെറ്റ്ഫ്ലിക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. തെലുങ്ക് പടമായതുകൊണ്ട് തന്നെ തമിഴും മലയാളം എല്ലാം അവൈലബിൾ ആണ്. സോ സത്യദേവിന്റെ പടം പറയുമ്പോൾ യൂഷ്വലി ക്വാളിറ്റി സാധനമായിരിക്കും. ആ ഒരു പ്രതീക്ഷയിൽ കണ്ടതാണ് ഞാൻ ഈ പടം. This is fantastic, man. This is fantastic. കിഡു പടം, വൻ കിഡുസാണ്. ഇത് യൂഷ്വലി കണ്ടുവരുന്ന സ്ഥിരം ക്ലീഷേ സിനിമകൾ പോലെയല്ല, കൺവെൻഷണൽ സിനിമ അല്ല. ഇതൊരു ഔട്ട് ഓഫ് ദ ബോക്സ് പരിപാടിയാണ്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഭ്രാന്ത് പടം. ഇത് എല്ലാവർക്കും അതുകൊണ്ട് വർക്ക് ആവോ ഇല്ലേ എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയി. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. അത്ര കിടുവായിട്ട് എനിക്ക് തോന്നി. ചിലപ്പോൾ എനിക്ക് കുറച്ച് ഭ്രാന്ത് ഉള്ളതുകൊണ്ടായിരിക്കും. ആദ്യം തന്നെ ഞെട്ടിയത് സത്യദേവിനെ കണ്ടിട്ടാണ്. ഞാൻ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് നോക്കുന്നത് ഏതോ ഒരു പരട്ടക്കളവൻ ഭ്രാന്തനെ പോലെ കാണിക്കും. ഞാൻ വിളിച്ച് വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ തൂക്കി വന്നതായിരിക്കുന്നു. ഐ വാസ് വെയിറ്റിംഗ് ഫോർ സത്യദേവ്. ഞാൻ സത്യദേവ് ഇപ്പൊ വരുമ്പോണ്ടിരിക്കുന്നു, അതാണ് സത്യദേവ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കിട്ടുമായിരുന്നു കേട്ടോ, അത് അടിപൊളിയായിരുന്നു. ആൻഡ് ദീപ തോമസ് സത്യദേവിന്റെ ഒരു പടത്തില് സൈഡ് ക്യാരക്ടർ അല്ല, മെയിൻ ലീഡായിട്ടാണ് ദീപ തോമസ് അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളി. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഒരു ചെറുക്കനെ കാണിക്കുന്നുണ്ട്. ആ ചെറുക്കൻ പടോയ് ഫോട്ടോയിൽ ഇരിക്കുകയാണ്. ആ ചെറുക്കൻ ഫോട്ടോന്ന് ഇറങ്ങി വരുന്നു, ഈ ബംഗ്ലാവിന്ന് ഇറങ്ങി ഓടുന്നു. ഒരു മരത്തിന്റെ വേര് വന്നിട്ട് ഈ ചെറുക്കനെ പിടിച്ചിട്ട് പോകുന്നു. ഐ വാസ് ലൈക്ക്, ഇതെന്തോന്നൂടെ ഹൊറർ പടോ? പിന്നെയാണ് ഇത് ഔട്ട് ആൻഡ് ഔട്ട് ഭ്രാന്ത് പടമെന്ന് മനസ്സിലായത്. ഫൺ പരിപാടിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കുന്ന ഫൺ പടമാണ്. 2.25 മണിക്കൂറുണ്ട്. എനിക്ക് ഒരു മൊമെന്റിൽ പോലും ബോറിംഗ് ആയിട്ട് തോന്നിയതേ ഇല്ല. അതിന് മെയിൻ റീസൺ സത്യദേവിന്റെ ക്യാരക്ടർ. സോ സത്യദേവ് കണ്ടിന്യൂസ് ആയിട്ട് ഹാലൂസിനേറ്റ് ചെയ്യും. ആള് ഭ്രാന്തനാണ്, ആള് മെന്റലി ഇല്ലാണ്. ആളുടെ രണ്ടാമത്തെ മകൻ ഒരു കുളത്തിൽ വീണ് മരിച്ചതിന് ശേഷം ആൾ കണ്ടിന്യൂസ് ആയി ഹാലൂസിനേറ്റ് ചെയ്യും. ആളുടെ റൂം ഇങ്ങനെ കറങ്ങുന്ന പോലെ ആൾക്ക് തോന്നും. ഈ ചെറുക്കം വന്ന് ടോർച്ചർ ചെയ്യുന്ന പോലെ ആൾക്ക് തോന്നും. ആ സമയത്തൊക്കെ സത്യദേവിന്റെ ഒരു പെർഫോമൻസ് ഉണ്ട് മോനെ, പീക്ക് പെർഫോമൻസ്. ഡെഫിനറ്റ്ലി നാഷണൽ അവാർഡ് ഡിസേർവിംഗ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇപ്പോഴത്തെ നാഷണൽ അവാർഡിന്റെ നിലവാരം വെച്ചിട്ട് അങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഡിസേർവിംഗ് പെർഫോമൻസ് ആണ്. ചില സീൻസ് ഉണ്ട്, സീൻ ബൈ സീൻ എടുത്ത് പറയാം. ഇതില് മത്തങ്ങയൊക്കെ ഉണ്ട്. ഇങ്ങനെ റൂമില് മത്തങ്ങ വള്ളിയൊക്കെ പോയിട്ട് മത്തങ്ങ കാച്ചിരിക്കുന്നു. തോട്ടത്തിൽ പോലും ഇത്രയും നല്ല മത്തങ്ങ കാച്ചുണ്ടാവില്ല. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഔട്ട് ആൻഡ് ഔട്ട് ഭ്രാന്ത് പടമാണ്. ദീപ തോമസ് ആണ് തോന്നുന്നു ഈ സിനിമയ്ക്ക് തെലുങ്ക് ഡബ് ചെയ്തിരിക്കുന്നത്. ഐ ആം നോട്ട് ഷുവർ. സൗണ്ട് ഭയങ്കര ഫെമിലിയർ ആയിട്ടാണ് തോന്നിയത്. ആണെങ്കിൽ ദിസ് ലേഡി ഡിസേർവ്സ് എവറി അപ്രീസിയേഷൻ. ഒട്ടും ആർട്ടിഫിഷ്യൽ ആയി തോന്നിയില്ല. ദാറ്റ് വാസ് വെരി നാച്ചുറൽ ആൻഡ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഷി വാസ് ഡാം ബ്യൂട്ടിഫുൾ. കിഡു പെർഫോമൻസ് ആയിരുന്നു. മറ്റേ ഈ കൊച്ചിന് ഒരു പടം ഉണ്ട് പെരുമാനിയ, അതിൽ തന്നെ എനിക്ക് ആളുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടാണ് തോന്നിയത്. സത്യദേവിന്റെ ഒപ്പം ഈ കൊച്ചിന്റെ ഒരു കെമിസ്ട്രി ഉണ്ട്. ഈ പടം ഈ നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആ പിടിച്ചിരിക്കുന്നത്. കുറച്ച് പ്രസന്റ് കാണിക്കും, പിന്നെ പാസ്റ്റിലോട്ട് ട്രാൻസിഷൻ പോകും, പിന്നെ പ്രസന്റിലോട്ട് വരും. ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി ഉണ്ട്. ഓൾമോസ്റ്റ് 15 to 20 മിനിറ്റ്സ് എന്തോ ഉള്ളൂ. ഒരു എപ്പിക് ലവ് സ്റ്റോറി കണ്ട ഫീൽ. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ സമയത്ത് ഒരു പാട്ടുണ്ട്, പെട്ട സാധനം. ആൻഡ് ഇവരുടെ കെമിസ്ട്രി അടിപൊളിയായിരുന്നു. എന്ത് രസമായിരുന്നു എന്ന് അറിയൂ. ദീപ തോമസിന്റെ ക്യാരക്ടർ വന്നിട്ട് ഒരു ആംഗ്ലോ ഇന്ത്യൻ ക്യാരക്ടറാണ്. കുറച്ച് പ്ലേഫുൾ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. വിത്ത് സത്യദേവിന്റെ ഒപ്പമുള്ള ആ കൊച്ചിന്റെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. ഇതില് സത്യദേവിന് വെള്ളത്തിന് പേടിയാണ്. ആ ഒരു മൊമെന്റ് ഉണ്ട്. അതായത് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോയിട്ട് സത്യദേവ് അവിടെ കിടന്ന് അലറുന്ന ഒരു സീൻ ഉണ്ട്. അവിടുന്ന് അങ്ങോട്ട് അങ്ങേന്റെ പെർഫോമൻസ് പീക്കാണ്. ഇടയ്ക്ക് അങ്ങനെ ശരിക്കും ഡെവിളായി മാറും, സട്ടനായിട്ട് കോമഡി കൊണ്ടുവരും. നൈസ് പരിപാടിയായിരുന്നു. ചില സീൻസ് ഉണ്ട് ഇതിൽ. മകനെ കരയിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ട്. അതേപോലെ തന്നെ ആളുടെ ഫ്രണ്ട് ആയിട്ട് ഡോക്ടറെ കരയിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ട്. അതിലൊക്കെ ആളുടെ പെർഫോമൻസ് കാണണം. ഒരിക്കലും വേറൊരു ആക്ടർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് തോന്നുന്നില്ല. അത്രയും കിടുവായിട്ടാണ് സത്യദേവ് ചെയ്തു വെച്ചിരിക്കുന്നത്. സത്യദേവിന്റെ കൂട്ടുകാരനായിട്ട് ഡോക്ടർ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പെർഫോമൻസ് നൈസ് ആയിരുന്നു. പടത്തിന്റെ ടുവേർഡ്സ് എൻഡ് 2-3 ട്വിസ്റ്റും പരിപാടിയൊക്കെ ഉണ്ട്. ദാറ്റ്സ് നൈസ്. ദാറ്റ് വാസ് നൈസ്. ഞാൻ ഡ്രാമഡിയാണ്. ഡ്രാമയുടെ ഒപ്പം തന്നെ അവർ കോമഡി കൊണ്ടുവരാനും നോക്കിയിട്ടുണ്ട്. ഇതിൽ ഇങ്ങേർക്കൊരു ബംഗ്ലാവ് ഉണ്ട്, എന്താണ് ഭുവനാലയം അങ്ങനെ എന്തോന്ന് പേര് തോന്നുന്നു. ഒരു ലോഡ് ആൻസിസ്റ്റേഴ്സ് ഉണ്ട് ആൾക്ക്.
രാജാക്കന്മാരാണ്. അവര് വന്നിട്ട് സത്യദേവിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ എന്ത് ഫൺ പരിപാടി. എങ്ങനെയാണ് ഞാൻ ആലോചിക്കുന്നു, ഹൗ ക്യാൻ സംബഡി ബി സോ ക്രിയേറ്റീവ്? അത്രയും ക്രിയേറ്റീവ് ആയിട്ട് തന്നെ പരിപാടിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. ഒട്ടും ബോറടിച്ചില്ല. ആൻഡ് ടെക്നിക്കൽ സൈഡ് ഓഫ് ദിസ് ഫിലിം, സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് വർക്കും എടുത്ത് തന്നെ പറയണം. ഒരു പ്രാന്തൻ പടത്തിന് എങ്ങനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുമോ 2 ഡിപ്പാർട്ട്മെന്റും കിട്ടുമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടാ ഈ സിനിമ. അടിപൊളി പടം. ഇത് എല്ലാവർക്കും വർക്കാവോ ഇല്ലേ അതൊന്നും ഒരു ഉറപ്പും തരാൻ പറ്റില്ല. പക്ഷെ നൈസാണ്. ഈ സിനിമ പ്രാന്തൻ പടമാണെങ്കിൽ പോലും അതിന്റെ ഒപ്പം തന്നെ സോഷ്യൽ ഇഷ്യൂസ് പറയാൻ അവർ നോക്കുന്നുണ്ട്. ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, അതുപോലെ കളർ ഡിസ്ക്രിമിനേഷൻ. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വലിയൊരു മെസ്സേജ് തന്നിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. എന്തൊക്കെ റോയൽ ആണെങ്കിലും എന്തൊക്കെ താഴ്ന്നവനാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ആഷസ്. നമ്മള് വെറും ഭസ്മം അല്ലെങ്കിൽ ആഷസ് ആയി മാറുന്നുള്ളത്. നൈസ് നൈസ്. സോ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഔട്ട് ഓഫ് ദ ബോക്സ് പടങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ യു ഷുഡ് ട്രൈ ദിസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോ ഗ്യാരണ്ടി, നോ വാറണ്ടി. കണ്ടു നോക്കുക. മാക്സിമം തെലുങ്ക് വേർഷൻ കണ്ടു നോക്കുക. അപ്പോഴാണ് സത്യദേവിന്റെ പെർഫോമൻസിന്റെ ഇന്റൻസിറ്റി മനസ്സിലാവുള്ളൂ. സോ ട്രൈ ഇറ്റ് ഔട്ട്. റാവ് ബഹദൂർ is streaming on Netflix.